തന്നെ ഒരു പ്രസ്ഥാനത്തിനും അവകാശപ്പെടാനില്ലാത്ത വിധം ലോകോത്തരമായ പ്രവർത്തനങ്ങൾക്ക് മാതൃക UAE തന്നെ ഞങ്ങളൊക്കെ പല പരിപാടികളും നടത്തുമ്പോൾ ഗവൺമെന്റിന്റെ തന്നെ പൂർണ്ണ സപ്പോർട്ട്. അവിടുത്തെ റിപ്പബ്ലിക് ദിനത്തിൽ പോലും നമുക്ക് പങ്കെടുക്കുവാനും അവരോടൊപ്പം അവർ അറബികൾ നമ്മെ ചേർത്ത് പിടിച്ച് നമ്മെ സ്നേഹത്തോട് കൂടി മുന്നോട്ട് കൊണ്ടുപോകുന്നു. കാരണം അത്രത്തോളം ആ കോവിഡ് കാലഘട്ടത്തിലൊക്കെ തന്നെ നാം ചെയ്തിട്ടുള്ള സേവനങ്ങൾ അത്രത്തോളമാണ്. പട്ടിണിയും പരിവട്ടവുമായി ജനങ്ങൾ വളരെ ബുദ്ധിമുട്ടിയ ഒരു സാഹചര്യത്തിൽ നമ്മുടെ KMCCയുടെ വളണ്ടിയർമാർ വളരെ സജീവമായി എല്ലാവരും വളരെ വാക്സിനേഷനൊക്കെ വരുന്നതിന് മുമ്പ് വളരെ വിഷമത്തോടുകൂടി നിന്ന സാഹചര്യത്തിൽ നമ്മുടെ പ്രവർത്തകർ അവരെയൊക്കെ ചേർത്ത് നിർത്തി അവരെ സംരക്ഷിക്കുന്നതിന് മുന്നിലുണ്ടായിരുന്ന ചരിത്രത്തിന്റെ അടിസ്ഥാനത്തിൽ എല്ലാ നേതാക്കളെ, സഹപ്രവർത്തകർ, മുസ്ലിം ലീഗ് പാർട്ടി തന്നെ നമ്മുടെ രാജ്യത്ത് സമാനതകളില്ലാത്ത കാരുണ്യ പ്രവർത്തനങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഇപ്പം തന്നെ വയനാടടക്കമുള്ള ദുരന്ത മേഖലയിൽ കേരളത്തിൽ ഏറ്റവും അധികം ദുരന്ത മുഖത്ത് എല്ലാ രക്ഷാപ്രവർത്തനങ്ങളും അവർക്ക് സഹായങ്ങളും അവർക്ക് വീട് വെച്ചു കൊടുക്കുന്ന കാര്യത്തിലടക്കം ഇപ്പം തന്നെ എൻ്റെ ഫണ്ട് ശേഖരം നടന്നുകൊണ്ടിരിക്കുകയാണ്. 25 കോടിയിലധികം രൂപ ഈ നിമിഷം തന്നെ മുസ്ലിം ലീഗിൻ്റെ ഫണ്ടിലേക്ക് എല്ലാ വിഭാഗം ആളുകളും, അത് രാഷ്ട്രീയത്തിന് അതീതമായി എല്ലാ മതസ്ഥരും, എല്ലാ രാഷ്ട്രീയ രംഗത്തുള്ളവരും, സാമൂഹ്യ പ്രവർത്തകർ, സിനിമാ നടന്മാരടക്കം ആയിരക്കണക്കിന് മനുഷ്യർ മുസ്ലിം ലീഗിൻ്റെ ഈ സമാനതകളില്ലാത്ത കാരുണ്യ പ്രവർത്തനത്തിൻ്റെ ഫണ്ടിലേക്ക് ഉദാരമായി സംഭാവന ചെയ്ത് കഴിഞ്ഞു. നിർധനരായ രോഗികൾക്ക് മാസം തോറും നൽകി വരുന്ന ചികിത്സാ സഹായം, ആ സഹായം ചടയമംഗലം നിയോജക മണ്ഡലത്തിലെ അപേക്ഷകൾ നൽകിയ 2 പഞ്ചായത്തുകൾക്ക് ഈ നിയോജക മണ്ഡലത്തിൽ ഒരു നിശ്ചിത തുക അനുവദിച്ചു. ആ തുക നൽകുന്ന ഒരു ഹ്രസ്വമായ ചടങ്ങിലാണ് നാം ഓരോരുത്തരും. നേരത്തെ സൂചിപ്പിച്ചതുപോലെ KMCCയുടെ പ്രവർത്തനങ്ങൾ, അത് മുസ്ലിം ലീഗിൻ്റെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് മാതൃകയായി നിന്നുകൊണ്ടാണ് KMCC അതിൻ്റെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നത്. സംസ്ഥാന തലത്തിൽ മുസ്ലിം ലീഗ് പാർട്ടി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കാണ് മുൻതൂക്കം നൽകിക്കൊണ്ട് തങ്ങളുടെ രാഷ്ട്രീയ പ്രവർത്തനം നൽകി വരുന്നത്. പഞ്ചായത്തിൽ ബഹ്റൈനിൽ വെച്ചൊരു നൗഫൽ കെട്ടിടത്തിൻ്റെ മുകളിൽ കുറച്ച് മറിഞ്ഞു വീണ് അദ്ദേഹത്തിന് ജീവൻ തന്നെ നഷ്ടപ്പെട്ട് അദ്ദേഹത്തെ വീണ്ടും ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന് നമ്മുടെ നിലമേൽ പഞ്ചായത്തിൽ അദ്ദേഹത്തിന് സ്വന്തമായി വീട് നിർമ്മിച്ചു കൊടുത്ത് അപ്പോൾ അയാൾ നമ്മുടെ വികലാംഗ വിഭാഗത്തിൻ്റെ യൂണിയനിൽ അയാൾ മുസ്ലിം ലീഗിൻ്റെ ഇതിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ നിരവധി സഹായങ്ങൾ KMCCയുടെ എല്ലാ ഭാഗത്തു നിന്നും, ലോകത്താകമാനമുള്ള എല്ലാ ഭാഗത്തു നിന്നും വളരെയധികം സഹായങ്ങളാണ് ലഭിക്കുന്നത്. നമുക്കറിയാം, സംസ്ഥാന വർക്കിംഗ് കമ്മിറ്റി അംഗവുമായ ഇസാം അവർ നിയോജകമണ്ഡലം മുസ്ലിം ലീഗ് പ്രസിഡന്റിനെ ഏൽപ്പിക്കുന്നു. കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് സമാനതകളില്ലാത്ത പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച പ്രസ്ഥാനമാണ് മുസ്ലിം ലീഗും KMCCയുടെ ഒരു ധനസഹായം നൽകാനുള്ള ഈ യോഗത്തിലേക്ക് പങ്കെടുത്ത എല്ലാവരെയും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ. മാത്രമല്ല, അതിൽ പങ്കെടുത്ത എല്ലാവർക്കും ഒറ്റവാക്കിൽ നന്ദി അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. മറ്റ് സഹപ്രവർത്തകർ, KMCCയുടെ ഒരു സഹായ വിതരണവുമായി ബന്ധപ്പെട്ടാണ് നാം ഇവിടെ ഇപ്പോൾ ഒത്തുചേർന്നിരിക്കുന്നത്. കൂടുതലായൊന്നും പറയുന്നില്ല. നേരത്തെ നാസർ സാഹിബ് സൂചിപ്പിച്ചതുപോലെ ആർക്കും രോഗമൊന്നും വരാതിരിക്കട്ടെ എന്ന് ആദ്യമായി തന്നെ ഓർമ്മപ്പെടുത്തുന്നതിനോടൊപ്പം KMCCയെക്കുറിച്ച് പറയുകയാണെങ്കിൽ മുസ്ലിം ലീഗിൻ്റെ എല്ലാവിധ സഹകരണങ്ങളായി മുസ്ലിം ലീഗിൻ്റെ പാർട്ടിയുടെ സന്നദ്ധ പ്രവർത്തനങ്ങൾക്കെല്ലാം മുൻപന്തിയിൽ നിന്നുകൊണ്ട് ഫണ്ട് റൈസിംഗ് നൽകിക്കൊണ്ട് നിരാലംബരും നിർധരരുമായിട്ടുള്ള ആളുകളെ സഹായിക്കുന്നതിന് വേണ്ടി KMCC നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ അത് ലോകമൊട്ടാകെ ചർച്ച ചെയ്യും. ഒരു ഫോട്ടോ വേണമെങ്കിൽ വേറെ എടുത്തോളൂ.